തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പതിവ് ആവേശം പോലും കാണിച്ചില്ലേ? ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 73.69% പേരാണ് വോട്ട് ചെയ്തത്. 2.86 കോടി വോട്ടർമാരിൽ 2.11 കോടി മാത്രം സമ്മതിദാനാവകാശം നിർവഹിച്ചു. കൃത്യമായി പറഞ്ഞാൽ 2,86,07,658 വോട്ടർമാരിൽ 2,10,79,570 പേർ വോട്ട് ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 287 വോട്ടർമാരിൽ 116 പേർ വോട്ട് ചെയ്തു. കോവിഡ് ഭീഷണിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 2020 പോലും 75.95% പേർ വോട്ട് ചെയ്തിരുന്നു. വോട്ട് ചെയ്തവരിൽ 1.13 കോടി സ്ത്രീകളും 98.15 ലക്ഷം പുരുഷന്മാരുമാണ്. 74.51% സ്ത്രീകളും 72.67% പുരുഷന്മാരും വോട്ട് ചെയ്തു. 2020 1,09,64,603 സ്ത്രീകളാണ് വോട്ട് ചെയ്തതെങ്കിൽ 2025 1,12,64,024 സ്ത്രീകൾ വോട്ട് ചെയ്തു. 2.99 ലക്ഷം പേർ കൂടുതൽ. പുരുഷന്മാരുടെ എണ്ണം 2.25 ലക്ഷത്തോളം കുറഞ്ഞു. 2020 1,41,55,000 പേർ വോട്ട് ചെയ്തതെങ്കിൽ ഇക്കുറി 98,15,430 പേരാണ് വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തവരിൽ 40.7% ജനാധിപത്യ മുന്നണിയെയും 35.7% ഇടതുമുന്നണിയെയും 16% BJP മുന്നണിയെയും 5% മറ്റുള്ളവരെയും പിന്താങ്ങിയെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക്. 2,10,79,570 വോട്ടർമാരിൽ 40.7%, അതായത് 86,42,623 പേർ കോൺഗ്രസ് മുന്നണിക്കൊപ്പവും 35.7%, അതായത് 80,10,236 പേർ ഇടതുമുന്നണിക്കും 16% പേർ, അതായത് 33,72,731 പേർ BJP മുന്നണിക്കൊപ്പവും. 3 മുന്നണിക്കും ഒപ്പം നിൽക്കാത്ത 5% അതായത് 10,53,978 പേർ ഒരു മുന്നണിയും സ്വീകരിക്കാത്തവരായുണ്ട്. വോട്ട് രേഖപ്പെടുത്താത്ത 75,28,088 പേരിൽ പകുതി പേരെയെങ്കിലും പോളിംഗ് ബൂത്തിലെത്തിച്ചോ 2 മുന്നണിയോടും ചേർന്നു നിൽക്കാത്ത 10.53 ലക്ഷം പേരെ വശത്താക്കിയോ ഇടതുമുന്നണിക്ക് ഈ വ്യത്യാസം മറികടക്കാനാവും. ഇങ്ങനെ വരുന്നവരെല്ലാം ഇടതുമുന്നണിക്കാർ ആവണം എന്നില്ലാത്തതുകൊണ്ടും എല്ലാവരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുക സാധ്യമല്ലാത്തതുകൊണ്ടും ഇതൊരു സാധ്യത മാത്രമാണ്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടക്കുകയാണ്. ഇപ്പോഴത്തെ പട്ടികയിലുള്ളവരിൽ 28 ലക്ഷം പേർ പുതിയ പട്ടികയിൽ ഉണ്ടാവില്ല എന്നാണ് വിവരം. പുതിയ വോട്ടർമാർ എത്ര ഉണ്ടാകുമെന്നും വിവരമില്ല. അതുകൊണ്ട് ഈ കണക്കുകളെ മാത്രം അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന പ്ലാൻ ശരിയാകണമെന്നില്ല. ഡിസംബർ 9 വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിൽ 2020 കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്ര വോട്ട് പോലും ഉണ്ടായില്ല. 2020 73.84% പേർ വോട്ട് ചെയ്തപ്പോൾ 2025 7 ജില്ലകളിലെ ശരാശരി 70.91 ആണ്. പത്തനംതിട്ട ജില്ലയിൽ 66.35% വോട്ട് ചെയ്തത്. കൊല്ലത്ത് 71.48%, ആലപ്പുഴയിൽ 73.13%, എറണാകുളം 73.36 എന്നീ ജില്ലകളിലാണ് 70% കൂടുതൽ വോട്ട് ചെയ്തത്. തലസ്ഥാന ജില്ലയിൽ 67.37%, കോട്ടയത്ത് 62.72%, ഇടുക്കിയിൽ 69.69%മാണ് വോട്ട് ചെയ്തത്. ഈ ജില്ലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഈ ജില്ലകളിൽ നിന്നുമുണ്ടാകുന്ന വലിയ തോതിലുള്ള ജനങ്ങളുടെ പലായനത്തിന്റെയും വിദേശ കുടിയേറ്റത്തിന്റെയും കൂടി സാക്ഷ്യമാണ് എന്ന യാഥാർത്ഥ്യം എന്നത് ഭയപ്പെടുത്തുന്നതാണ്. പുരുഷന്മാരിൽ 72.7%, സ്ത്രീകളിൽ 74.5%മാണ് വോട്ട് ചെയ്തത്. ഇതിനർത്ഥം നാടുവിടുന്നവരിൽ ഏറെയും പുരുഷന്മാരാണ് എന്നാവുമോ? ഡിസംബർ 11 വോട്ടെടുപ്പ് നടന്ന തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പോളിംഗ് ശതമാനം കൂടി. ഈ ജില്ലകളിലാകെ 76.8% വോട്ട് നടന്നു. 2020 അത് 77.89% പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ്, 78.3%. കോർപ്പറേഷനുകളിൽ ഏറ്റവും പിന്നിൽ തിരുവനന്തപുരമാണ്, 58.29%. കൂടുതൽ കണ്ണൂരും 70.32%. കൊച്ചിയിൽ 62.44%, കോഴിക്കോട് 69.55%, കൊല്ലത്ത് 63.35%, തൃശൂരിൽ 62.45% വോട്ട് ചെയ്തു.
സമൂഹത്തിലെ എലിറ്റ് എന്ന് കരുതപ്പെടുന്ന നഗരങ്ങളിലെ ജനങ്ങൾക്ക് ഭരണത്തോടും ഭരണക്കാരോടും ഉള്ള പുച്ഛമല്ലേ ഈ കുറവ് കാണിച്ചു തരുന്നത്? ആര് വന്നാലും കണക്കാണ് എന്ന സമീപനം. വൻ വോട്ടിംഗ് ശതമാനം ഉണ്ടാവേണ്ട തെരഞ്ഞെടുപ്പാണിത്. 80% വോട്ടർമാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എക്കാലവും വോട്ട് ചെയ്തിരുന്നു. 2020 ഡിസംബർ 8, 10, 14 തീയതികളിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇതിനു മുമ്പിലത്തെ വോട്ടെടുപ്പ്. ഡിസംബർ 16 ഫലം പ്രഖ്യാപിച്ചു. 76.2% വോട്ട് രേഖപ്പെടുത്തി. 2015 77.7% പോളിംഗ് ശതമാനം. 2010 77 മുകളിലായിരുന്നു വോട്ടിംഗ് ശതമാനം. രാഷ്ട്രീയ ബോധത്തെക്കാൾ സ്ഥാനാർത്ഥികളുമായുള്ള ബന്ധം ഈ വൻ ശതമാനത്തിന് കാരണമാണ്. 2020 2015 1% കുറവുണ്ടാകുവാൻ കാരണം മഹാമാരിയായ COVID-19 ആണ്. വോട്ടെടുപ്പ് നടക്കുമ്പോഴും ജനം ഭീതിയിലായിരുന്നു. 2025 പോളിംഗ് ശതമാനം അതിലും താഴുന്നത് അപകടകരമായ പ്രവണതയാണ്. സ്ത്രീകളും യുവാക്കളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് 7 ജില്ലകളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 37.4% വോട്ട് നേടിയ ഇടതുമുന്നണി 2020 40.2% വോട്ട് നേടി. ഇപ്പോഴത് 36% കുറഞ്ഞു. 2015 37.2% വോട്ട് നേടിയ ജനാധിപത്യ മുന്നണി 2020 37.9%, 13.3% വോട്ട് നേടിയ BJP മുന്നണി 15% വോട്ട് നേടി. അതായത് എല്ലാ പാർട്ടിക്കും മുന്നണിക്കും 2020 വോട്ട് വർധന ഉണ്ടായി. ഇപ്പോൾ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ശതമാനം 41 ഉയർന്നു. BJPയുടെ 16 ഉയർന്നു. കുറഞ്ഞത് ഇടതുമുന്നണിക്ക് മാത്രമാണ്. 2020 ഇടതുമുന്നണി 514 പഞ്ചായത്തും വലതുമുന്നണി 321 പഞ്ചായത്തും BJP 19 പഞ്ചായത്തും പിടിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 43 ഇടതുമുന്നണിക്കും 41 ജനാധിപത്യ മുന്നണിക്കും ലഭിച്ചു. 2 പഞ്ചായത്താണ് BJPക്ക് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 ഇടതിനായിരുന്നു, 38 ജനാധിപത്യ മുന്നണിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ 11 ഇടതിനായിരുന്നു, 3 ജനാധിപത്യ മുന്നണിക്കുമായിരുന്നു. കോർപ്പറേഷനുകളിൽ 5ഉം 1ഉമായിരുന്നു നില. 2020 ശക്തമായ സാന്നിധ്യം അറിയിച്ചു. കേരളത്തിലെ 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളിലായും അല്ലാതെയും 31 പാർട്ടികൾ ജനവിധി തേടി. ജനാധിപത്യ മുന്നണി 505 ഗ്രാമപഞ്ചായത്തുകളും 79 ബ്ലോക്ക് പഞ്ചായത്തും 54 മുനിസിപ്പാലിറ്റിയും 7 ജില്ലാ പഞ്ചായത്തും 4 കോർപ്പറേഷനും നേടി. ജനാധിപത്യ മുന്നണിക്ക് 2020 184 ഗ്രാമപഞ്ചായത്തും 41 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 13 മുനിസിപ്പാലിറ്റികളും 3 കോർപ്പറേഷനുകളും കൂടുതൽ ലഭിച്ചു. ഇടതുമുന്നണിക്ക് 340 ഗ്രാമപഞ്ചായത്തും 63 ബ്ലോക്ക് പഞ്ചായത്തും 7 ജില്ലാ പഞ്ചായത്തും 28 മുനിസിപ്പാലിറ്റികളും 1 കോർപ്പറേഷനുമാണ് ലഭിച്ചത്. 2020 ഉണ്ടായിരുന്നവയിൽ 174 ഗ്രാമപഞ്ചായത്തും 45 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 15 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടു. BJP മുന്നണിക്ക് 26 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും 1 കോർപ്പറേഷനും ലഭിച്ചു. 7 ഗ്രാമപഞ്ചായത്തുകളും 1 കോർപ്പറേഷനും കൂടുതൽ കിട്ടി. 64 മുനിസിപ്പാലിറ്റികളിലും 10 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലും ആർക്കും ഭൂരിപക്ഷമില്ല. 6 കോർപ്പറേഷനിലും കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തി. BJP നേടിയ തിരുവനന്തപുരത്ത് കോൺഗ്രസ് 19 സീറ്റ് നേടി. 2020 9 സീറ്റ് അധികം. ഇടതുമുന്നണി വലിയ കക്ഷിയായ കോഴിക്കോട് കോൺഗ്രസ് 9 സീറ്റ് വർദ്ധിപ്പിച്ച് നില 26 സീറ്റാക്കി. അവിടെ BJPയും 3 സീറ്റ് അധികം പിടിച്ച് 13 സീറ്റാക്കി. കൊച്ചിയിൽ UDF 15 സീറ്റ് അധികം പിടിച്ച് സീറ്റുകൾ 46 ആക്കി. കൊല്ലത്ത് 18 സീറ്റ് അധികം പിടിച്ച് 27 ആക്കി. തൃശൂരിൽ 9 സീറ്റുകൾ കൂടി പിടിച്ച് 33 സീറ്റാക്കി. 36 സീറ്റുള്ള കണ്ണൂരിലും 2 സീറ്റ് ഈ വർഷം അധികം പിടിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 99 സീറ്റും ജനാധിപത്യ മുന്നണിക്ക് 41 സീറ്റുമാണ് ലഭിച്ചത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ടനുസരിച്ച് ജനാധിപത്യ മുന്നണിക്ക് 79 നിയമസഭാ സീറ്റിലും ഇടതുമുന്നണിക്ക് 59 നിയമസഭാ സീറ്റിലും BJPക്ക് 2 നിയമസഭാ സീറ്റിലും ഭൂരിപക്ഷമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് ജനാധിപത്യ മുന്നണിക്ക് 111 നിയമസഭാ സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 84 സീറ്റ്, ലീഗിന് 14 സീറ്റ്, കേരള കോൺഗ്രസിന് 6 സീറ്റ്, RSPക്ക് 7 സീറ്റ്, ഇങ്ങനെയായിരുന്നു ലീഡ്.
ഇടതുമുന്നണിക്ക് 18 സീറ്റിലായിരുന്നു ഭൂരിപക്ഷം. CPM 14, CPI 3, കേരള കോൺഗ്രസ് മാണി 1, BJP മുന്നണിക്ക് 11 സീറ്റിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയുമായി തുലനം ചെയ്താൽ ഇടതുമുന്നണി മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തിയത്. ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ജനാധിപത്യ മുന്നണി 11,103 വാർഡുകളും ഇടതുമുന്നണി 8,864 വാർഡുകളും BJP മുന്നണി 1,919 വാർഡും സ്വന്തമാക്കി. മറ്റുള്ളവർക്ക് 1,403 വാർഡ് നേടാനായി. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതിയ ജനം കോൺഗ്രസിന് 7,817 വാർഡും മുസ്ലിം ലീഗിന് 2,844 വാർഡും കേരള കോൺഗ്രസിന് 332 വാർഡും RSPക്ക് 57 വാർഡും കേരള കോൺഗ്രസ് ജേക്കബിന് 34 വാർഡും CMPക്ക് 10 വാർഡും മാണി ക്യാപ്പന്റെ KDPക്ക് 8 വാർഡും കൊടുത്തു. തിരിച്ചടിയുണ്ടായ ഇടതുമുന്നണിയിൽ CPM 7,455 വാർഡിലും CPI 1,018 വാർഡിലും കേരള കോൺഗ്രസ് 246 വാർഡിലും RJD 63 വാർഡിലും ജനതാദൾ S 44 വാർഡിലും കേരള കോൺഗ്രസ് പിള്ള 15 വാർഡിലും INL 9 വാർഡിലും ജയിച്ചു. ഇടതുമുന്നണി മന്ത്രിസഭാ പ്രാതിനിധ്യം കൊടുക്കാത്ത RJDയുടെ നില മന്ത്രിമാരുള്ള ജനതാദളിന്റെയും NCPയുടെയും ദേശീയ ജനാധിപത്യ മുന്നണിയിൽ BJP 1913 വാർഡിലും BDJS 5 സീറ്റിലും LJP 1 സീറ്റിലും ജയിച്ചു. മറ്റുള്ളവരിൽ കോൺഗ്രസുമായി ധാരണയിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി 33 വാർഡിലും RMP 29 സീറ്റിലും ഇടതുമുന്നണിയിലെ NCP 25 സീറ്റിലും NSC 9 വാർഡിലും കോൺഗ്രസ് S 8 വാർഡിലും JSS 6 സീറ്റിലും BNJD 3 സീറ്റിലും BSP 3 സീറ്റിലും AAP 3 സീറ്റിലും FB 1 സീറ്റിലും ജയിച്ചു. ലോക് ജനശക്തി 1 സീറ്റും നേടി. ആം ആദ്മിയുടെ 3 പ്രതിനിധികളുണ്ട്, 3 സ്ത്രീകളാണ്. ഐക്യരനാട് പഞ്ചായത്തിലെ 16 സീറ്റും 2020 നേടി. കിഴക്കമ്പലം പഞ്ചായത്തിലെ 21 വാർഡിൽ 14 അവർക്കാണ്. തിരുവാണിയൂരിൽ 18-ൽ 9 സീറ്റ് നേടാനും അവർക്കായി. മഴുവണ്ണൂർ, കുന്നത്തുനാട് പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്താനായില്ല. പൂത്തിരിക്ക, വെങ്ങോല, മണക്കാട് പഞ്ചായത്തുകളിലും അവർക്ക് പ്രതിനിധികളുണ്ട്. കാക്കനാട് ബ്ലോക്കിലും അവർ ജയിച്ചു. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലുള്ള 17,377 വാർഡുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള 2,267 വാർഡുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലെ 3,205 വാർഡുകളിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ 35 വാർഡുകൾ ഒഴികെയുള്ള വാർഡുകളിലേക്കും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരം നിശ്ചയമായും കേരളത്തിന്റെ മനസ്സാണ്. നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സൂചനയാവുമോ ഈ തെരഞ്ഞെടുപ്പ്? കുറച്ചുകൂടി കൃത്യമാക്കിയാൽ 2026 ഏപ്രിലോ മെയിലോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയാവുമോ 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2010-ൽ 8 ജില്ലാ പഞ്ചായത്തും 31 നഗരസഭകളും ജനാധിപത്യ മുന്നണി നേടി. ഇടതുമുന്നണിക്ക് ലഭിച്ചത് 5 ജില്ലാ പഞ്ചായത്തും 18 നഗരസഭകളുമായിരുന്നു. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം, കൂടെ ഭരണവിരുദ്ധ വികാരവും. എന്നിട്ടും 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. നിയമസഭയിൽ 1 സീറ്റായിരുന്നു ഭൂരിപക്ഷം. മുന്നണിയിൽ നല്ല ആഭ്യന്തര കലാപമായിരുന്നു എന്നത് മറക്കുന്നില്ല. 2014-ൽ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 12ഉം ജനാധിപത്യ മുന്നണിക്കായിരുന്നു. ഇടതുമുന്നണിക്ക് 8 സീറ്റ് ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ മുന്നറിയിപ്പ് ജനാധിപത്യ മുന്നണി അവഗണിച്ചു. പ്രത്യേകിച്ചും കോൺഗ്രസ്. അവർ പരസ്പരം വെട്ടി. 2015-ൽ ചിത്രം മാറി. ജില്ലാ പഞ്ചായത്തുകൾ സമാസമമായി 7 വെച്ച്. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 90ഉം ഇടതുമുന്നണി പിടിച്ചു. 6 കോർപ്പറേഷനുകളിൽ 4ഉം ഇടതുമുന്നണിക്കായിരുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 449ഉം ഇടതുമുന്നണി പിടിച്ചു. ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് 365 BJP 14 പഞ്ചായത്തിൽ ജയിച്ചു. 81 മുനിസിപ്പാലിറ്റികളിൽ 44 ഇടതുമുന്നണി പിടിച്ചു. 43-ൽ ജനാധിപത്യ മുന്നണി ജയിച്ചു. അതായത് 2015-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടേതായിരുന്നു. ഒപ്പം സോളാറും ബാർക്കോഴയും പോലെ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ തന്നെ ഇട്ടുകൊടുത്ത വടികളും. ഈ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. 2016-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 അംഗ നിയമസഭയിൽ 97 അംഗങ്ങളുമായി ഇടതുമുന്നണി വിജയിച്ചു.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ 20-ൽ 19 സീറ്റും ലഭിച്ചു. ഇടതുമുന്നണിക്ക് ലഭിച്ചത് 1 സീറ്റാണ്. ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് 47.48% വോട്ടാണ്. ഇടതുമുന്നണിക്ക് 35.29% വോട്ടും. അപകട സൂചന മനസ്സിലാക്കിയ പിണറായി ഉണർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ദുർബലമാക്കി. കോൺഗ്രസുകാർ അംഗീകരിക്കുവാൻ മടിച്ച കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുമുന്നണിയിലാക്കി. മാണിയുടെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 99 സീറ്റ് നേടിയപ്പോൾ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് 41 സീറ്റാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി 505 ഗ്രാമപഞ്ചായത്തുകളും 79 ബ്ലോക്ക് പഞ്ചായത്തും 54 മുനിസിപ്പാലിറ്റിയും 7 ജില്ലാ പഞ്ചായത്തും 4 കോർപ്പറേഷനും നേടി. ജനാധിപത്യ മുന്നണിക്ക് 2020 184 ഗ്രാമപഞ്ചായത്തും 41 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 13 മുനിസിപ്പാലിറ്റികളും 3 കോർപ്പറേഷനുകളും കൂടുതൽ ലഭിച്ചു. ഇടതുമുന്നണിക്ക് 340 ഗ്രാമപഞ്ചായത്തും 3 ബ്ലോക്ക് പഞ്ചായത്തും 7 ജില്ലാ പഞ്ചായത്തും 28 മുനിസിപ്പാലിറ്റികളും 1 കോർപ്പറേഷനുമാണ് ലഭിച്ചത്. 2020 ഉണ്ടായിരുന്നവയിൽ 174 ഗ്രാമപഞ്ചായത്തും 45 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 15 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടു. BJP മുന്നണിക്ക് 26 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും 1 കോർപ്പറേഷനും ലഭിച്ചു. 7 ഗ്രാമപഞ്ചായത്തുകളും 1 കോർപ്പറേഷനും കൂടുതൽ കിട്ടി. ഇടതു വലതു മുന്നണികൾക്ക് മാനസാന്തരത്തിനുള്ള വിളിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാവുന്നതാണ്. ഒരേ ലക്ഷ്യത്തോടെ കഷ്ടപ്പെട്ടാൽ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചെത്താനാകും എന്ന് ഈ ഫലം സൂചിപ്പിക്കുന്നു. പിണറായി അനായാസം 3-ാം ഊഴത്തിൽ എത്തില്ലെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ പിണറായിയുടെ 3-ാം ഊഴം ഒരു സാധ്യത പോലും അല്ലാതായി എന്ന് പറയുന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവകാശപ്പെട്ടത് കടന്ന കൈയായി. എന്നെ തല്ലേണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന മനോഭാവത്തിന്റെ കൃത്യമായ സൂചന. എന്നാൽ ഇടതുമുന്നണി ചേർന്നപ്പോൾ മുഖ്യമന്ത്രി എടുത്ത സമീപനം വ്യത്യസ്തമായിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ ശേഷം വിശദമായി സംസാരിക്കാമെന്ന് അദ്ദേഹം ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചു. പത്രക്കാരെ കാണാനും സംസാരിക്കുവാനും കൂട്ടാക്കാതിരുന്ന, ധിക്കാരത്തോടെ പത്രക്കാരോട് പെരുമാറിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ മനസ്സുമാറ്റി കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരും സന്തോഷത്തോടെ പത്രസമ്മേളനങ്ങൾ നടത്തി തനിക്ക് മാനസാന്തരം വരുന്നു എന്ന് സൂചന നൽകിയത് ഈ തിരിച്ചടി മുന്നിൽ കണ്ടായിരിക്കുമോ? ഒരിക്കൽ പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. വിളിക്കാത്തിടത്ത് കയറിയിരുന്നാൽ ഉണ്ടാകാവുന്ന സ്വാഭാവിക പ്രതികരണമാണത്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏതായാലും മുഖ്യമന്ത്രി പത്രക്കാരെ കാണാനുള്ള സ്വയം പ്രഖ്യാപിത വിലക്ക് നീക്കിയത് നല്ല മാനസാന്തരമാണ്. 3-ാം ഊഴത്തിന് സാധ്യത കൂട്ടുന്ന ഘടകമാണ്. മുസ്ലിം മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ച ഉണ്ടാക്കിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടും നേതാക്കളുടെ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റത്തോടും സാധാരണ ജനങ്ങൾക്കുള്ള അമർഷത്തെ പ്രതിരോധിക്കാൻ ഈ ആപൽക്കരമായ ബന്ധത്തിന് പോലും സാധിച്ചില്ല. അധികാരത്തിൽ ഏറിയ സഖാക്കളുടെ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റം പാർട്ടിക്കാരോടും ഉണ്ടായിരുന്നതിന് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ കുറിച്ച് അവരുടെ സഖാവ് തന്നെ കുറിച്ച വരികളിൽ പ്രകടമായിരുന്നു. ഉന്നത പദവികളിലുള്ള സഖാക്കളോട് അമിത വിനയവും താഴെയുള്ള സഖാക്കളോട് വല്ലാത്ത ധാർഷ്ട്യവുമായിരുന്നു മുൻ മേയർക്ക് എന്നാണ് കുറിപ്പ്. ഉയർന്ന പദവികളിൽ ഉള്ളവരോട് കാണിക്കുന്ന വിനയം ആത്മാർത്ഥമല്ലെന്നു കൂടി ഇതിന് അർത്ഥമുണ്ട്. പിണറായി പോലെ സീനിയറായ സഖാക്കൾ കാണിക്കുന്ന അതേ ധാർഷ്ട്യം കുട്ടി സഖാക്കൾ കാണിച്ചാൽ ആരെങ്കിലും സഹിക്കുമോ? കേരളത്തിൽ പിണറായിക്ക് ബദലാകുവാൻ BJPക്ക് ആവില്ല എന്ന് കരുതുന്നവർ 3-ാം പിണറായി സർക്കാർ എന്ന ദുരന്തം ഒഴിവാക്കുവാൻ ബദലാകുവാൻ സാധിക്കുന്നവർക്ക് വോട്ട് ചെയ്തു. ഈ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ BJPക്ക് ബദൽ ഭരണം സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ജനം അവർക്ക് ഭരണം കൊടുത്തു. എന്നിട്ടും BJPയോടുണ്ടായിരുന്ന അസ്പർശിത ക്രൈസ്തവ മേഖലകളിൽ ഇല്ല എന്നതിന് തെരഞ്ഞെടുപ്പ് ഫലം തെളിവായി. ക്രൈസ്തവ കേന്ദ്രമായ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ വിജയം കൃത്യമായ സൂചനയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിരീക്ഷണം ഏറെ ശുഭേദർക്കമാണ്. ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം കിട്ടിയപ്പോഴും അദ്ദേഹം പറയുന്നത് നിയമസഭയ്ക്ക് വേണ്ടി ഇനിയും വിയർപ്പ് ഒഴുക്കാനുണ്ടെന്നാണ്. ജനാധിപത്യ മുന്നണി ശക്തമാണ്, എങ്കിലും കൂടുതൽ ശക്തമാക്കണം. ബഹുജന അടിത്തറ കൂടുതൽ വികസിപ്പിക്കണം.
ഈ നിർദ്ദേശം മുസ്ലിം ലീഗും മുന്നോട്ട് വെച്ചു. പുതിയ കക്ഷികളെ കൊണ്ടുവരുന്നതിനേക്കാൾ ഇരു മുന്നണിയും ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിലവിലുള്ള മുന്നണികളിലെ കക്ഷികൾ മുകൾ മുതൽ അടിവരെ ഒരു മുന്നണിയായി പരസ്പരം ബലപ്പെടുത്തി പ്രവർത്തിക്കുവാൻ സാധിച്ചോ എന്നതും സാധിക്കുന്നുവോ എന്നതുമാണ്. നേതൃതലത്തിൽ ഉണ്ടാക്കുന്ന ഐക്യവും ധാരണയും താഴെത്തലത്തിലുള്ള പ്രവർത്തകർ തമ്മിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ്. 1995 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെയും ജനാധിപത്യ മുന്നണിയിലെയും അനൈക്യമാണ് അവരെ തോൽപ്പിച്ചത് എന്ന് വ്യക്തമല്ലേ? 1996 കരുണാകരനുമായുള്ള വഴക്കുകൾ, കരുണാകരന്റെ രാജി, ആന്റണിയുടെ വരവ്, ചാരക്കേസ് എല്ലാം വന്നപ്പോൾ ജനാധിപത്യ മുന്നണി തോറ്റു. ലീഗും മാണിയും കോട്ടകൾ കാത്തു. 2006 കരുണാകരനും മുരളിയും കലാപമുണ്ടാക്കി. ഉണ്ണിത്താനെ കോൺഗ്രസ് യോഗത്തിൽ വസ്ത്രാക്ഷേപം നടത്തി. കരുണാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കി. ഇടതുമുന്നണിയിൽ ചേരാൻ നോക്കി, നടന്നില്ല. തിരിച്ചു വന്നു, തോറ്റു. 2015 ബാർക്കോഴയും സോളാറും സെൽഫ് ഗോളുകൾ തുരുതുരെ വീഴ്ത്തി. മാണിയെ മുന്നണിക്ക് പുറത്താക്കി, തോറ്റു. ഇടതുമുന്നണിയിലെ ഐക്യവും ജനാധിപത്യ മുന്നണിയിലെ അനൈക്യവുമാണ് അവരെ തോൽപ്പിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണം കിട്ടാതാക്കിയത് കോൺഗ്രസുകാരല്ലേ? KM മാണിയെ ക്രൂശിക്കാൻ ബാർക്കോഴ കേസ് ഉണ്ടാക്കി കൊടുത്തു. അതിന് കാരണമായ എക്സൈസ് നയം മുഴുവൻ കുളമാക്കിയതും കോൺഗ്രസുകാരല്ലേ? കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രം കേരളത്തിൽ മദ്യനിരോധനം നടത്തണം. ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസുകാർ ഉണ്ടാക്കിയ കുരിശുകൾ എത്രയായിരുന്നു? മന്ത്രിമാരെ അഴിമതിക്കാർ എന്ന് വിളിച്ചത് KPCC അധ്യക്ഷനായിരുന്നില്ലേ? എന്നാൽ താഴെത്തലത്തിൽ ഐക്യം പ്രായോഗികമാക്കുവാൻ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സൗകര്യമുണ്ട്. വർഷങ്ങളായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ ഒന്നാമത്തെ കാരണം. 1979 സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. നേതൃതലത്തിൽ അനൈക്യം ഉള്ളപ്പോൾ പോലും താഴെത്തട്ടിൽ അവർക്ക് ഐക്യത്തിൽ പ്രവർത്തിക്കാനാവും. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. മാണിയുടെ ആൾക്കാരും അവരും വർഷങ്ങളായി ഏറ്റുമുട്ടുന്നവരാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മാണിയെ തോൽപ്പിക്കാൻ കക്ഷി മാറി വോട്ട് ചെയ്ത പാരമ്പര്യവും ഉണ്ടാവും. അതെല്ലാം തിരുത്തപ്പെടണമെങ്കിൽ വലിയ പ്രവർത്തനം വേണം. കേരള കോൺഗ്രസ് അനുഭാവികളിൽ പലർക്കും CPM വോട്ട് ചെയ്യാനാവില്ല. 1965 KM ജോർജ് EMSന് മുന്നിൽ വെച്ച ഒരു സഹകരണ തിയറിയുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക, തിരിച്ചു പക്ഷേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. അന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പലയിടത്തും CPM ഈ സമീപനം സ്വീകരിച്ചു. കോൺഗ്രസ് തോറ്റു. അതുപോലെ സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ എല്ലാം മറന്ന് സഹായിക്കുവാൻ CPM സഖാക്കൾ തയ്യാറായാൽ ഇപ്പോൾ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലിരിക്കുന്ന പല കോട്ടകളും വീഴ്ത്താനാവും. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അധികാരം കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മുന്നണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അധികാരം പിടിക്കാനുള്ള കളിക്ക് എല്ലാവരും തയ്യാറാകണം. അതുണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പരിപ്പിക്കുന്ന മാറ്റം ഉണ്ടാവും. മുന്നണി ഉണ്ടാക്കി അധികാരം കിട്ടുമ്പോൾ മുന്നണിയിലെ എല്ലാ കക്ഷിയുടെയും വികാരം പരമാവധി സംരക്ഷിക്കപ്പെടാൻ എല്ലാവരും നോക്കണം. കേരള കോൺഗ്രസ് തുടക്കം മുതൽ ആവശ്യപ്പെടുന്ന സാമ്പത്തിക സംവരണം നടപ്പാക്കിയത് രണ്ടാം പിണറായി സർക്കാരാണ്. ഈ സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ വിഴിഞ്ഞ സമരം പോലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ജോസ് കെ മാണി മധ്യസ്ഥനായും മുനമ്പം വിഷയത്തിൽ ജോസഫിന്റെ പ്രതിനിധി മുനമ്പത്ത് ചെന്ന് വഖഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും പാർലമെന്റിൽ കോൺഗ്രസിനൊപ്പം അവർക്കെതിരായ നിലപാട് എടുത്തപ്പോഴും ജോസ് കെ മാണി രാജ്യസഭയിൽ സഭാ നേതൃത്വം പറഞ്ഞ നിലപാട് എടുത്തതും മറക്കുന്നില്ല. എന്നാൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ 80% മുസ്ലിമുകൾ തട്ടിയെടുക്കുന്നതിനെതിരെ ജോസ് കെ മാണി വേണ്ടവിധം പ്രതികരിച്ചില്ലെന്ന ആക്ഷേപം ധാരാളം ക്രൈസ്തവർക്കുണ്ട്. അവരിൽ പലരും കേരള കോൺഗ്രസ് മാണിക്കാരുമാണ്. അതുപോലെ കോശി കമ്മീഷനെ നിയോഗിപ്പിക്കുന്നതിൽ ജോസ് പങ്കുവഹിച്ചെങ്കിലും കമ്മീഷന്റെ റിപ്പോർട്ട് പോലും സർക്കാർ പുറത്തുവിട്ടില്ല. ഇത്തരം അവസരങ്ങളിൽ സ്വന്തം പാർട്ടി ശക്തമാക്കുവാൻ ഓരോ കക്ഷിയും യത്നിക്കണം. ധീരമായ തുറന്ന നിലപാടുകൾ എടുക്കണം. ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തെക്കാൾ ജോസിനെ മനസ്സിലാക്കുന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുണ്ട്. ഭരണം കിട്ടിയാൽ പിന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനം ഇല്ലാത്തവരുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞ് കുറെ സീറ്റ് തട്ടിയെടുത്ത് മത്സരിക്കുന്നവരുണ്ട്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ മുന്നണിക്ക് വേണ്ടിയും അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ സർക്കാരിനെതിരെ നടത്തുന്ന സമരങ്ങളിൽ ഒന്നിലും പല കാരണം കൊണ്ട് പങ്കെടുക്കാത്തവർ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് നേടുന്ന വിജയത്തിന്റെ ഫലം നുകരാൻ മുന്നണി സംവിധാനം കാരണമാകാറുണ്ട്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടത് യാഥാർത്ഥ്യ ബോധമുള്ള നിലപാടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയോ വിജയം നിയമസഭയിൽ ആവർത്തിക്കുമെന്ന് ഉറപ്പില്ല. കേരള കോൺഗ്രസ് മാണിയെ ഇടത്തുനിന്നും ചാടിക്കാനായാൽ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തമാക്കാമെന്ന് മാത്രമല്ല, ഇടതുമുന്നണിയെ കൂടുതൽ ദുർബലമാക്കാമെന്നതും അതിന്റെ നേട്ടമാണ്. 1975-ലും 1981-ലും കോൺഗ്രസ് കളിച്ച കളിയാണിത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM-ഉം കേരള കോൺഗ്രസും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായതാണ്. അത് തെരഞ്ഞെടുപ്പ് സഖ്യമായാൽ ആപത്താണെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള കോൺഗ്രസിനെ അറസ്റ്റ് ചെയ്ത് മന്ത്രിസഭയിലും കോൺഗ്രസ് മുന്നണിയിലും എത്തിച്ചു. അതിലൂടെ CPM-ന് നല്ല ഘടകകക്ഷിയെ നഷ്ടപ്പെടുത്തി. കോൺഗ്രസ് മുന്നണിയെ കൂടുതൽ ശക്തമാക്കി. 1981-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാണിയെ ചാടിച്ചതും ഈ ബുദ്ധി കൊണ്ടാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുവിരുദ്ധ വികാരത്തെ നേരിട്ട് 250ഓളം വാർഡുകൾ നേടിയ കേരള കോൺഗ്രസ് ശക്തമാണെന്ന് ജനാധിപത്യ മുന്നണിയിലെ നേതാക്കൾക്കറിയാം. ഇടതുമുന്നണി വിട്ടുവരുന്ന ജോസിനെ പട്ടും വളയും കൊടുത്ത് സ്വീകരിക്കുന്നതെല്ലാം മുന്നണി വിടുന്നതുവരെ ആവും. അത് കഴിഞ്ഞാൽ ഇട്ട് തട്ടുകയും ചെയ്യുക. ഇല്ലത്തുനിന്നും ഇറങ്ങിക്കിട്ടിയാൽ അമ്മാത്ത എത്താതെ അവർ നോക്കും, ഭംഗിയായി ഒതുക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റ് രേഖാമൂലം ഉറപ്പുനേടി 1981-ൽ ഇടതുമുന്നണി വിട്ടുവന്ന മാണിക്ക് 1982-ൽ കിട്ടിയത് ഇടതു കോട്ടകളായ മലമ്പുഴയും കാസർഗോഡുമടക്കം 18 സീറ്റാണ്. കൊടുത്തവയിൽ തന്നെ കോൺഗ്രസുകാർ മാണിയെ തോൽപ്പിച്ചു. 1982-ലെ നിയമസഭയിൽ 8 MLA-മാർ ഉണ്ടായിരുന്ന ജോസഫായിരുന്നു മാണിയേക്കാൾ വലിയ കക്ഷി. മാണിക്കുണ്ടായിരുന്നത് 7 പേർ മാത്രം. മാണിക്ക് ശക്തിയുള്ള പൂഞ്ഞാർ, കടുത്തുരുത്തി, മൂവാറ്റുപുഴ സീറ്റുകൾ ജോസഫിനായി വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇടുക്കി കോൺഗ്രസിന്റെ കൈവശമായിരുന്നു. ഏറ്റുമാനൂർ, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ തോൽപ്പിച്ചു. മാണിയെ വല്ലാതെ ഒതുക്കി. അന്ന് ദീപികയുടെ ശക്തമായ സമ്മർദ്ദവും മാണിക്ക് മുന്നണി മാറാനുണ്ടായിരുന്നു. ഇന്ന് ജോസിന് അത്തരം സമ്മർദ്ദം ഏൽക്കില്ല. ജോസ് ഉറച്ച തീരുമാനങ്ങളുടെ നേതാവാണ്. ഇതെല്ലാം അറിയുന്ന ജോസ് കെ മാണി ഞങ്ങൾ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് തീർത്തു പറഞ്ഞു. ഇടതുമുന്നണി മാണിയെ നന്നായി പരിഗണിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ 1200 സീറ്റ് കൊടുത്തു. 236-ലാണ് ജയിച്ചത് എന്നത് വേറെ കാര്യം. ഭരണവിരുദ്ധ വികാരവും മുന്നണിയിലെ അനൈക്യവുമാണ് പ്രധാന കാരണം. ജോസ് കെ മാണിക്ക് പാർട്ടി സംവിധാനം ശക്തമായി തന്നെയുണ്ട്. അവരാണ് വലിയ പാർട്ടിയെന്ന് 1979 മുതൽ എല്ലാ മുന്നണിക്കാരും സമ്മതിക്കുന്നു. ഇനി ജോസ് ജനാധിപത്യ മുന്നണിയിൽ ചെന്ന് പാലായിൽ മത്സരിക്കുന്നു എന്ന് കരുതുക. അപ്പോഴും മാണി സി കാപ്പനാവും എതിർ സ്ഥാനാർത്ഥി. എല്ലാ മാണി വിരുദ്ധരും കോൺഗ്രസുകാർ അടക്കം കാപ്പനാവും വോട്ട് ചെയ്യുക. CPM-ഉം ശക്തമായി പിന്താങ്ങും. കാപ്പൻ ജയിക്കാനാണിട. പാലായിലെ മാണി വിരുദ്ധരെല്ലാം ഒന്നിക്കും. മാണിക്കാരിൽ കുറെ പേർ നിസ്സംഗരാവും. അതുകൊണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് 2-1 അറിയുകയാണ് വേണ്ടത്. CPM ആത്മാർത്ഥമായി സഹായിച്ചാൽ മാണിക്ക് പല സീറ്റും പിടിക്കാനാവും. അതിനാണ് അവർ നോക്കേണ്ടത്. കേരള കോൺഗ്രസ് മാണിയെ ലക്ഷ്യം വെച്ചാണ് മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുമെന്ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ പറഞ്ഞത് എന്ന് വന്നതോടെ PJ ജോസഫും മോൻസ് ജോസഫും പൊട്ടിത്തെറിച്ചു. ഇതാണ് മാണിയും ജോസഫും തമ്മിലുള്ള വ്യത്യാസം. 1991-ൽ ഇടതുമുന്നണിയിൽ പോയ ജോസഫിനെ 2010-ൽ ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് മാണി കോൺഗ്രസിനെ പോലും പിണക്കിയിരുന്നു. ഇപ്പോൾ മാണി വരുന്നതിനെ ജോസഫ് എതിർക്കുന്നു. മാണിയെ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് കോൺഗ്രസിനും ലീഗിനും ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അത് 1995-ൽ കരുണാകരന്റെ പാർട്ടി ഡിക്കിനെ ഇടതുമുന്നണി തള്ളിയപ്പോൾ ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെടുത്തത് പോലാവും. അന്നും ലീഗിനായിരുന്നു നിർബന്ധം. ഫലമോ ജനാധിപത്യ മുന്നണി പച്ച തൊടാതെ തോറ്റു. 19 സീറ്റിൽ മത്സരിച്ച് ഡിക്ക് ജയിച്ചത് തോമസ് ചാണ്ടി കപ്പിറ്റേഷന് ഫീസ് കൊടുത്തു നേടിയ സീറ്റിൽ മാത്രം. ജനാധിപത്യ മുന്നണിക്കാർ, എന്തിന് കോൺഗ്രസുകാർ പോലും അവർക്ക് വോട്ട് ചെയ്തില്ല. കേരള കോൺഗ്രസ് ഇപ്പോഴും ശക്തമാണ്. 2 കൂട്ടർക്കും ആളുണ്ട്. കൂടുതൽ ആരുടെ കൂടെയെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അവർ 2 വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനാണ് പഠിക്കേണ്ടത്. മലർന്നു കിടന്ന് തുപ്പുന്നത് അവസാനിപ്പിക്കണം. ജോസഫ് എതിർത്താലും കോൺഗ്രസും ലീഗും തീരുമാനിച്ചാൽ, ജോസ് കെ മാണി സമ്മതിച്ചാൽ ജോസ് ജനാധിപത്യ മുന്നണിയിൽ എത്തില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ കഷ്ടിച്ച് സ്വന്തമാക്കിയ BJP-യെ വല്ലാതെ പ്രശംസിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് MP ശശി തരൂരിന് ഒരു പുതിയ വെളിപ്പാട് കൂടി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹവും രാഹുൽ ഗാന്ധിയും നിലപാടുകളിൽ വ്യത്യസ്തരാണത്രേ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് ഇപ്പോഴും ശശി തരൂർ.
അദ്ദേഹത്തിന്റെ പ്രശംസ കേട്ടപ്പോൾ ഓർമ്മ വന്നത് 2010 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മുന്നണി ദയനീയമായി തോറ്റത് കണ്ട് വയറുകുലുക്കി ചിരിച്ച അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കുറിച്ച് സുകുമാർ അഴീക്കോട് നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് അച്യുതാനന്ദന്റെ ചിരി അശ്ലീലമായിരുന്നു എന്നാണ്. ശിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.